അങ്ങനെ ഞങ്ങൾ ലക്ഷദ്വീപിൽ ഇറങ്ങിയ ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നാലും ഇവിടെ ഇറങ്ങി റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങളെ പേരെന്താ? അർഷക്കോ? അർഷദ് 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 അതുപോലെ അൽത്താഫ് അൽത്താഫ്, ഫവാസ് ഫവാസ്. ഇവര് 3 പേര് നമ്മളെ അടുത്തേക്ക് വന്നത്. ഇവര് വന്നത് നമ്മളെ ഈ അമിനി ദ്വീപിലെ ദഫ് മുട്ടിസ്റ്റാണ് നമ്മളെ അർഷദ്. അപ്പോൾ നമ്മളെ ഹസൈനാർ സയ്യിദ് ഉസ്താദ് ഉണ്ടല്ലോ, നമ്മളെ കൂടെ എപ്പോഴും ദഫ് മുട്ടാൻ വരുന്നത്. ഓര് ശരിക്ക് ഈ ദ്വീപിൽ പരിപാടിക്ക് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഓരോ ദ്വീപിലേക്ക് വരണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ. അതിന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡിയായി. ഈ ടിക്കറ്റ്, കപ്പലിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്ന സമയത്തിന് മുന്നേ സംഭവങ്ങളെല്ലാം റെഡി ആയിരിക്കണം, എന്നാലേ ഇങ്ങോട്ട് എത്താൻ പറ്റൂ അല്ലേ. അപ്പോൾ നമ്മളെ ദഫ് മുട്ടാൻ വന്ന ഞാൻ ചെറുങ്ങനെ ഒന്ന് മുട്ടി നോക്കിപ്പിച്ചപ്പോഴത്തേക്ക് സംഭവം എന്നെ ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ചു. മാഷാ അല്ലാഹ് ഉഷാറായി മുട്ടുന്നുണ്ട്. അപ്പോൾ ചെറുങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉമ്മാന്റെ കാലടി പാട് നമുക്കൊന്ന് പാടിയിട്ട് ഒന്ന് മുട്ടി നോക്കാം. ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗ്ഗം മൊത്തോടി, ദ്വീപിലെത്തിയിട്ട് ആദ്യത്തെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഒരു പഴമ. എന്നാലോ നല്ല ഇവിടെ ആടിനെ വളർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആടിനൊക്കെ അറുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ചോറാണ് ഇവിടെ വെച്ച് തന്നിട്ടുള്ളത്. ദ്വീപുകാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു ദ്വീപുകാരനെ കണ്ടാലും നിങ്ങൾ അടുത്തൂടെ അങ്ങോട്ട് പോയാൽ തന്നെ ഒരു പുഞ്ചിരി ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തരും എന്ന് പറഞ്ഞതുപോലെ ആരെ കണ്ടാലും എവിടുന്നാണ് വന്നതെന്നൊക്കെ ചോദിക്കുകയും വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തെളിഞ്ഞ മനസ്സുള്ള ആളുകളാണ് ശരിക്കും ദ്വീപുകാർ എന്ന് പറയുക. അത് ഞാൻ തള്ളുന്നല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ശരിക്കും ബോധ്യപ്പെടും. ദ്വീപിലെ ആളുകൾ ധരിക്കുന്ന പോലത്തെ ഒരു ടീഷർട്ടും തൊപ്പിയൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ റൂമിൻ്റെ താഴത്ത് തന്നെയാണ് നമ്മൾ ശരിക്കും ഈ അമിനി ദ്വീപിൽ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ പുറകിലുള്ള ഈ സ്റ്റേജിലുള്ള നമ്മളെ ZQ സ്കൂളിൻ്റെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട പരിപാടിക്കാണ്. അതിന്ന് രാത്രിയാണ്. അതിന് മുന്നേ ഒന്നിങ്ങനെ ദ്വീപ് ഒന്ന് ചുറ്റിക്കാണാം എന്ന് വിചാരിച്ചിട്ട് ആണുള്ളത്. അമിനി ദ്വീപിലെ മുഹീസ് സുന്ന എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് പറയുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമുണ്ട് ഇവിടെ. അതിൻ്റെ കീഴിലുള്ള ZQ സ്കൂളിൻ്റെ പരിപാടിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വേദിയിൽ ഇൻഷാ അല്ലാഹ് രാത്രി നമുക്ക് കുട്ടികളോടൊപ്പം നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ നമ്മൾ ധാരാളം കുട്ടികളുമായിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ പാടി കൂടിയിരുന്നു. അതിൻ്റെ പുറമെ ഇൻഷാ അല്ലാഹ് ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ദ്വീപിലെ കുട്ടികളുമായിട്ട് പാട്ട് പാടാൻ പോവുകയാണ്. അത് നമുക്ക് കാണാം. അതിന് മുന്നേ നമുക്ക് പുറത്തുനിന്ന് പോയിട്ട് പിന്നെ ദ്വീപിലെ സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അതുപോലെ ദ്വീപിലെ കല്യാണങ്ങൾ നടക്കുന്ന ചെറിയൊരു ഓഡിറ്റോറിയം, അതുപോലെ ദ്വീപിലെ കോടതി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ദ്വീപിലെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് വരാം. ദ്വീപിൽ കറങ്ങാൻ സ്പെഷ്യലായിട്ട് എല്ലാവരും സൈക്കിൾ എടുക്കുക. നമ്മളും സൈക്കിൾ എടുത്തിട്ട് കറങ്ങാൻ പോവാണ്. മൂപ്പരെ സൈക്കിൾ അത് അല്ലേ. ഇത് ലക്ഷദ്വീപിലെ ഒരു ഗവൺമെൻറ് ഓഡിറ്റോറിയം. നമ്മളെ നാട് പോലെ ഭയങ്കര ഫെസിലിറ്റിയാണ് ഇവിടെ. ഭയങ്കര ദുബായ് പോലെ ഉണ്ടാവും ലക്ഷദ്വീപ് എന്ന് കരുതിയിട്ട് ആരും ഇങ്ങോട്ട് വരണ്ട. കാരണം ഇവിടെ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രസകരമായ ഒരു സംഭവമാണ്. എന്നാൽ ഇവിടുത്തെ മനുഷ്യന്മാരോ നല്ല സഹകരിക്കുന്ന, നല്ല സ്നേഹമുള്ള, നല്ല പുഞ്ചിരി സമ്മാനിക്കുന്ന, എല്ലാവരോടും നല്ല ഒത്തൊരുമയോടെ കഴിയുന്ന കുറച്ച് ടീമാണ്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം. അടുത്ത നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ലക്ഷദ്വീപിലെ മെയിൻ കോടതികളിൽ ഒന്നായ ഒരു കോടതിയാണ് അമിനി ദ്വീപിലെ ഈ കോടതി. ഇവിടെ പിന്നെ കാര്യമായ കേസുകളൊക്കെ നടക്കുന്നതാണ് പിന്നെ ബാസിത്ത് ഉസ്താദ് പറഞ്ഞത്. നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം.
ലക്ഷദ്വീപിൽ ആകെ ഒരു ഈന്തപ്പന മരം ഉള്ളൂ എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. അമിനി ദ്വീപിലെ വേളാവരത്തെ പള്ളിൻ്റെ മുന്നിലുള്ള ഈ നല്ല പന്തലിച്ച് നിൽക്കുന്ന ഇത് ഇപ്പോൾ ഈന്തപ്പഴം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൽ. അപ്പോൾ വേറെ എവിടെയെങ്കിലും ലക്ഷദ്വീപിൽ ഈന്തപ്പന മരം ഉണ്ടോ എന്നുള്ളത് ലക്ഷദ്വീപാർക്ക് പറയാം. ഏതായാലും നല്ല രസമുണ്ട്. ഈ പള്ളി ഒന്ന് കാണിച്ചെടുത്തേ. കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കേട്ടോ ഒരു വൈകുന്നേരം മാഷാല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം. കുട്ടികളൊക്കെ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇനി എന്ത് ആക്ടിവിറ്റി വേണ്ട വീണ് പോലെയായിരിക്കും അടിച്ചവരെ. കുട്ടികൾക്ക് വേണ്ടി അടുത്ത ആക്ടിവിറ്റി ഇട്ടാ നമ്മളെ ദ്വീപിലെ കുട്ടികളെ വരെ ഫുട്ബോൾ കളിക്കുക കുറച്ച് നേരം. യെസ് പ്ലേ. മിക്കവാറും കാലൊക്കെ മുറിയും. അല്ല ഇവിടെ വേറെ തന്നെ മണ്ണാട്ടോ. അയ്യോ കാണിച്ചരാ. ആ ഇവിടെ എന്തേ ഫുള്ള് കല്ലല്ലോ. ഇവിടെ ഭയങ്കര ഹാർഡായിട്ടുള്ള മണ്ണാ. ഓക്കെ അസ്സലാമു അലൈക്കും. ചെറിയ കുട്ടികളെ അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളിൽ തന്നെയുള്ള ഒരാള് നല്ലൊരു ഖിറാഅത്ത് പ്രയർ ആലപിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. അല്ലാഹു നമ്മുടെ ഈ നല്ല സമയങ്ങൾ صلى الله